5 മണിക്കൂറിന്റെ ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് നമ്മുടെ ഹിസ്റ്റോറിക്കൽ പാർട്ടിലേക്ക് കടക്കാണ്. ഹലിബേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. ബാക്കിയൊക്കെ നമുക്ക് ഗൈഡ് പറഞ്ഞു തരും. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് എത്തി ആണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡിൽ നടന്നോ? ടിക്കറ്റ് എടുത്തില്ലേ? ആ കൊടുത്താ പോരെ. ഇതാണ് സൈഡ് ഭാഗം കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഉള്ളിൽ എന്നിട്ട് കാണിച്ചു തരാം. ഇതെന്തിനാ തൊക്കെ എടുക്കണത്? പഠിക്കാനാ? ഓക്കെ മോനെ, നീ മോനെ ശിവൻ പണിഞ്ഞാന്നോ? 1121 CE. ശിവൻ പണിഞ്ഞാന്ന് അമ്പലം. ശിവൻ പണിതാന്ന് പറയണ 1000 കൊള്ളാട്ടോ. ഇതൊക്കെ കാണാനുണ്ട്. എന്തുട്ടമ്മൻ അമ്പലം. സീന് വായു കരിങ്കല്ലാന്ന് തോന്നിട്ടത്. സീൻ എന്റെ മോനെ എന്തൊരു സാധനം തീ ഐറ്റം. അതുമൊന്നും തൊടല്ലെന്നാ പറഞ്ഞേക്കണേ. ഗൈഡ് വേണം ചോദിക്കണ്ടല്ലോ. കൊത്തുപണി നോക്കി നിങ്ങള് കാണണ്ട ഒരു സാധനം തന്നെ. ക്ഷയിച്ചു തുടങ്ങിട്ടോ. ഉള്ളി കേറാ പാടാ, ഉള്ളി കേറാ. വേണ്ട പേടിച്ച് ഞാൻ പണ്ടാറും. എന്തൊട്ട മോനെ കൊത്തുപണി. എന്റെ പൊന്നു ശിവനാണ് പ്രതിഷ്ഠ. തൂണുകളൊക്കെ നോക്കി. വലിയൊരു നന്ദിന്റെ അവിടെ. ഓക്കെ അമ്പലം എന്തുട്ടാ കിട്ടു സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെയാണ് കാണേണ്ടത്. ഇത് വേറെ സെയിം അതേപോലെ തന്നെ അടുത്തത് വിഗ്രഹം ഉണ്ടല്ലോ. അവിടെയുള്ള അതേ സെയിം അല്ലേ ഇവിടെയും. മോനെ കുത്തുപണി. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഗായ്സ്. ഒരു രക്ഷയില്ലട്ടാ. അതൊക്കെ അന്യായമുണ്ട്. കിളി പോണ സാധനമുണ്ട്. ഒന്നും പറയാനില്ല. ഇവിടെ ഒരു നന്ദി ഉണ്ട്, അതേപോലെ തന്നെ അവിടെ ഉണ്ട് ഒരു നന്ദി. സെയിം തന്നെ, പക്ഷെ പറക്കൊരു രക്ഷയില്ലേ. ഓക്കെ കരിങ്കല്ല് എന്തൊട്ട് പണ്ടാറത്? കരിങ്കല്ല് അല്ലട്ടത്, പാറയാ. ഓക്കെ കൊത്തുപണി ഇവിടെയൊക്കെ ഉണ്ടോ? കഷ്ടപ്പെട്ട് പണിഞ്ഞ. ഏത് അടക്കണ്? അതടച്ചോട്ടെ. ആടാ നന്ദിനെ വേണേ കാണാം. പുറത്ത് പെടാ ഫോട്ടോ എടുക്കാം. നന്ദിനോ അവിടെ. വാവ്,
എന്തുട്ടാ മോനെ നന്ദി. ഓക്കെ ഗൈസ്, കിട്ടു. താരടങ്ങനെ പണിഞ്ഞേ. കൊത്തുപണികൾ കാണാം. ആടാ ശിവന്റെ വിഗ്രഹല്ലേ? ഇതെന്തൊരു വിഗ്രഹ? എന്തൊക്കെ ഇങ്ങനെയാണ് കൊത്തുപണികള്. ഇതൊക്കെ എന്തൊട്ട് സാധനത്തോണ്ട് വെച്ചിട്ട് കൊത്തിക്കണം അല്ലേ? ഭൂതഗണങ്ങളോ? അടുത്തടുത്ത് കാണിച്ചു തരാം. പകുതിയൊക്കെ പൊട്ടി പോയിട്ടാ, നാശായി പോയി തുടങ്ങി. പറഞ്ഞിട്ട് എനിക്കൊരു ഇതറിയാം. എന്തുട്ടാ? ഒരു ഇതില് ഈ ടോപ്പിലാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ആയിരിക്കണ ഇത് കണ്ട ദൈവത്തിന് കൃഷ്ണല്ലേ, അത് ആനയുടെ വയറിന്റെ ഉള്ളില് കൊത്തിയിട്ട്, എന്നിട്ട് ആനയുടെ വയറിന്റെ ഉള്ളിൽ കൂടെ സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ തുളച്ചിട്ട് അതിന്റെ കയ്യിങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ളൊരു ഇതുണ്ട്. ആനയുടെ അത് ആനയുടെ വയറിന്റെ ഉള്ളിലാണ് ആ ദൈവം, എന്നിട്ട് അതിന്റെ സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി വന്നു. രൂപത്തിനല്ലേ നീ പറയണത്? രൂപം അതങ്ങനെ പറയണം. എന്തേലും അർത്ഥം ഉണ്ടാവും മോനെ. രക്ഷയില്ല, കിളിന്തിണ്ട് ഗേപ്പില് വരെ. പക്ഷെ ഇവിടുന്ന് പകുതി പണി വൃത്തി പോയിണ്ട്. ഇവിടുന്ന് ഇല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് പണി വൃത്തി പോയിണ്ട്. മൊത്തം നന്ദിയുടെ അടുത്തേക്ക് പോകാം. ഇത് അതിനകളം വലുതാണ്. ഇതിന്റെ ഉള്ളിൽ വിഗ്രഹങ്ങളൊന്നും ഇല്ല, എടുത്തുകൊണ്ടേ തോന്നുന്നുണ്ട്. ഇവിടെ നിന്നാ പെടാ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാൻ പോയതാണോ? അതെന്താണോ ഇതിനെന്തേലും ഇതുണ്ടാവുന്ന? ഇവിടെ വേറെ അമ്പലം കാണുമ്പോ ഇവിടെ എന്തോ പ്രതിഷ്ഠ. ഇയാളും തൊട്ട് സൂം ചെയ്ത് നോക്കണം. എന്തോ വിഗ്രഹമുണ്ട് കൈസ്. ഓ വിഷ്ണു കിടു. അതിനേക്കാളും വലുതാണ് കൈസ്. ഓയ്യോ, ഗാർഡൻ കേട്ടോ ഇവിടെ, കാണിച്ചുതരാം. മസ്റ്റായിട്ട് കാണണം, രക്ഷയില്ല. എന്തുട്ടാ കൊത്തുപണിക്ക്. ഇതിന്റെ ചരിത്രം ഞാൻ ഒന്നെങ്കിൽ വോയിസ് ഓവറായിട്ട് ഇടാം, അതല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. കിടു എന്ന് പറഞ്ഞാൽ കിടു അന്യായം. ബാംഗ്ലൂരിലുള്ളവർ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കണ്ടോ, വെറുത്താണ് സംഭവം. മഴ പെയ്താൽ നല്ല ഭംഗിയാവും ഇത് കാണാൻ. നനഞ്ഞു കഴിഞ്ഞാലേ എല്ലാരും ഇവിടെ കേറിക്കോ, ഓടിച്ചടി കേറ. അവിടെ രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. മഴ പെയ്ത രസവും മോനെ കാണാൻ. കറക്കൊന്നും കല്ല്. പൂജ തുടങ്ങിട്ടാ. അമ്മക്ക് അച്ഛനെന്താ അവിടെ ഇരിക്കണേ? ആള് മഴ കൊള്ളാൻ മൂടതിന്റെ ആവും. കൾച്ചർ പോയി അവിടെ വരണുണ്ട്. എന്തിന്റെയാണോ കണകത്തിലാണോന്ന് അറിയില്ല. മുറിയക്കൻ്റെയോ. മഴയൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഞാൻ ഇനി ബാക്ക് ഭാഗം കാണിച്ചു തരാം, സൈഡ് കാണിച്ചു തരാട്ടാ. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് എത്തിക്കാണ്. ആനയുടെ വയറിന്റെ ഉള്ളിൽ നിന്നാണ് നീ പറഞ്ഞത് അല്ലേ? കൊള്ളാട്ടോ.
ആ കൈ തൂങ്ങിയിടാം, കള്ളവെല്ലി ഉണ്ടാവും, കളത്തിട്ട് പോയിട്ടുണ്ട്.